അതിരുവിടുന്ന സുഹൃത്ത് ബന്ധങ്ങളും അമിത മദ്യപാനവും നിരവധി കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്. കൊല്ലം കടപ്പാക്കടയിലെ മധുവിന്റെ കടുത്ത മദ്യപാനം കാരണം ഭാര്യ പിണങ്ങിപ്പോയി. തുടർന്ന് അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം. ഇയാളുടെ ഉറ്റവരെന്ന് കരുതിയ സുഹൃത്തുക്കൾ തന്നെ പിന്നീട് വില്ലന്മാരായി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീട്ടിൽ സുഹൃത്തിനൊപ്പം മദ്യപിക്കുകയായിരുന്ന മധു കുത്തേറ്റ് മരിച്ചെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വാക്കുതർക്കത്തിനിടെ സുഹൃത്ത് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതി കൊല്ലം ആശ്രമം സ്വദേശി ഗോപനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. കൊല്ലം കടപ്പാക്കട ജംഗ്ഷന് സമീപം ചെടിക്കച്ചവടം നടത്തി വന്നിരുന്ന മധുവിനെയാണ് വീടിനുള്ളിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിലെ പ്രതി മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിലായി. മധുവിന്റെ സുഹൃത്ത് കൊല്ലം ആശ്രാമം ശ്രീനിവാസിൽ ഗോപനാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. സ്ഥിരം മദ്യപാനികളായ ഇവർ തമ്മിൽ മദ്യപാനത്തിനിടയിൽ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു. മധു സുഹൃത്തുക്കളുമായി വീട്ടിലിരുന്ന് മദ്യപിക്കുന്നത് പതിവായിരുന്നുവെന്ന് സമീപവാസികളും പറയുന്നു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഭാര്യയുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന മധു അമ്മയുടെ മരണശേഷം തനിച്ചായിരുന്നു താമസം. മധുവിന്റെ വീടും സ്ഥലവും പത്തനാപുരം ഗാന്ധി ഭവന് ഇഷ്ടദാനം നൽകിയിരിക്കുകയാണ്. ഇവിടെ അടുത്തുള്ളൊരു ചേട്ടനാ വിളിച്ചു പറഞ്ഞ് അതനുസരിച്ച് ഇവിടെ വരെ ആരും അകത്തോട്ട് കയറിയില്ല. കാരണം ഈ പുള്ളി ഇന്നലെ വിറ്റ്നസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി കയറി ആദ്യം കണ്ടിട്ട് അപ്പൊ ആ ഓപ്പോസിറ്റ് വീട്ടിൽ അറിയിച്ചു. അത് പ്രകാരമാണ് ആ ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് അവിടെ നിന്ന് ബാക്കി ഉദ്യോഗസ്ഥർ വന്നു. ഇതൊരു തർക്കമാണെന്ന നമുക്ക് അറിവ് തർക്കമാണെന്ന്, വേറെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പുള്ളി ലീഗലി ഡിവോഴ്സ്ഡ് ആണ്, മോളുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കൊലപാതകത്തിന് മറ്റ് കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര.